ഹലോ നമസ്കാരം. എൻ്റെ പേര് സിമ്പിൾ. ഞാനൊരു ലൈഫ് കോച്ചും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഒരു ലൈഫ് കോച്ചായി അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായി ഞാൻ എൻ്റെ കരിയർ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇതിലോട്ട് വന്നത്. മുന്നേ എൻ്റെ ജോലി ഇതൊന്നും ആയിരുന്നില്ല. എൻ്റെ എൻജിനീയറിങ് ഞാൻ പാസ് ഔട്ട് ആവുന്നത് 2007 ഞാൻ എൻജിനീയറിങ് പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ അതിക്ക് മുന്നേ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രി ആണ് എടുത്തത്. അന്ന് നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്നല്ലെങ്കിൽ പ്രീ ഡിഗ്രി എടുക്കാം അല്ലെങ്കിൽ +2 എടുക്കാം. +2 ഒക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പ്രീ ഡിഗ്രി ബാച്ച് ആയിരുന്നു. പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്തിന് പ്രീ ഡിഗ്രി എടുത്തു എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. അടുത്തൊരു കോളേജ് ഉണ്ട്, അപ്പോൾ ആ കോളേജിൽ പഠിക്കാം, കോളേജിലത്തെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ്. അന്ന് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ പഠിച്ചിട്ട് ഇന്നതാവണമെന്നോ അങ്ങനത്തെ ഐഡിയാസ് ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പറയും ടീച്ചർ ആവണം എന്ന് പറയും, ചിലപ്പോൾ ബാങ്കിൽ പോകണം എന്ന് പറയും. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓരോരോ ജോലിയോടാണ് താല്പര്യം, അല്ലാണ്ട് ഇന്നതാവണം എന്നുള്ള കാര്യമൊന്നും അറിയില്ല. നമ്മളുടെ പാഷൻ, പർപ്പസ്, നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഇപ്പൊ ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ലക്ഷ്യം എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും ആ സമയത്തൊന്നും വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിലാണ് പഠിച്ചത്. അപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് ഞാനത് സെലക്ട് ചെയ്തത്. അപ്പോൾ അത് എന്തുകൊണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തു എന്ന് വെച്ചാൽ അന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഒരു കരിയർ ടെസ്റ്റോ അങ്ങനത്തെ പ്രിഫറൻസ് എന്താണെന്നുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആരോടെങ്കിലും ചോദിക്കുന്നു, അവരെന്തെങ്കിലും പറയുന്നു, അതിലോട്ട് എടുത്ത് ചാടുന്നു. നമ്മളുടെ സ്കോപ്പ് എന്താണ്, ട്രെൻഡ് എന്താണ്, എന്ത് പഠിച്ചാൽ ജോലി കിട്ടും, അതൊക്കെ നോക്കി ഓരോ കാര്യത്തിലോട്ട് എടുത്ത് ചാടുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് ഈ സിവിലൊക്കെ പഠിച്ചിട്ട് വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല, എന്നാലും അത് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ കോൺട്രാക്ട് വർക്ക് എടുക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ലോറി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ ഈ വർക്കൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കെയർ ഓഫിൽ വല്ല വർക്കൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളൊരു അന്നത്തെ ബോധം അത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ വിചാരം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എടുത്താൽ ഈ സിവിൽ ഭയങ്കര എളുപ്പത്തിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാമെന്നൊക്കെയാണ് അന്നത്തെ ഒരു ബുദ്ധി. അപ്പോൾ അങ്ങനെ നമ്മൾ പോളിടെക്നിക്ക് പഠിച്ചു. അപ്പോൾ പോളിടെക്നിക്കിൽ ഈ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ നമുക്ക് അതിൽ കുറേ പ്രോഗ്രാമിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രോഗ്രാമിംഗ് നമുക്ക് ഒരു വകയും മനസ്സിലാകുന്നില്ല. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമുക്ക് ലേണിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു, പെട്ടെന്ന് എന്തും പഠിക്കാനുള്ളൊരു കഴിവ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ എപ്പോഴും ഫസ്റ്റ് ആയിരുന്നു. പക്ഷേ സ്കൂളിൽ ഫസ്റ്റ്, മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളൊരു പഠിപ്പിസ്റ്റാണ്. പക്ഷേ നമുക്ക് സ്വയം അറിയാലോ നമുക്ക് വലിയ കഴിവൊന്നുമില്ല, സാധാരണ പഠിക്കണ പോലെ പഠിക്കുന്ന. ഇപ്പം ലേണിംഗ് കപ്പാസിറ്റി ഉണ്ട്. പരീക്ഷയുടെ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്കത് ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ആകുന്നു. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള അറിവുള്ളൊരു വ്യക്തിയായിട്ടൊന്നും എനിക്ക് എന്നെ തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പോളിടെക്നിക്ക് അത് ഞാൻ വുമൻസ് പോളി എറണാകുളം കളമശ്ശേരി അവിടെയാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും പഠിക്കാൻ കഴിവുള്ളതുകൊണ്ട് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഒരു അറിവുമില്ല. എന്താണ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ ആ ടെക്സ്റ്റിലുള്ള ആ ഡെഫിനിഷൻ അല്ലാതെ വേറൊരു സാധനവും നമുക്കറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഡിപ്ലോമ കഴിയുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ ഇതൊരു ചിന്ത വരുന്നത്. അതായത് ഇതൊരു ഡിപ്ലോമയല്ലേ, നമ്മളുടെ കൈവശം ഒരു ഡിഗ്രി ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കണം, അപ്പോഴും എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കണം. അത് എന്തെടുക്കണം എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ UC കോളേജിൻ്റെ അതിൽ കൂടിയായിരുന്നു എല്ലാ ദിവസവും പാസ് ചെയ്ത് പോകുന്നത്, ഈ ഡിപ്ലോമ പഠിക്കാനായിട്ട് ആ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ UC കോളേജിൽ എത്തുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, അയ്യോ ഇവിടെ സൈക്കോളജി ഉണ്ടല്ലോ, ഇവിടെ സൈക്കോളജി പഠിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെയുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പണ്ട് ഇങ്ങനെ പഠിപ്പിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നമ്മൾ MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിങ്. പഠിപ്പിസ്റ്റുകളൊക്കെ അങ്ങനെ അതാണ് എല്ലാവരും നല്ലതായിട്ട് ഇങ്ങനെ പറയുന്നത്. സോ എഞ്ചിനീയറിംഗിലോട്ട് എടുത്ത് ചാടാമെന്ന് വിചാരിച്ചു. കാരണം പോളിടെക്നിക്കിൽ പഠിച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് ലാറ്ററൽ എൻട്രി ആയിട്ട് 2ാം വർഷം തുടങ്ങി ബിടെക് പഠിച്ചാൽ മതി. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലുണ്ട്, അതായത് വേറെ എന്തെങ്കിലും മാറ്റിയെടുത്താൽ കൊള്ളാം എന്നുള്ളതുണ്ട്. കാരണം എഞ്ചിനീയറിംഗിന് ചേരുന്ന സമയത്ത് ബിടെക് പഠിക്കുമ്പോൾ. പക്ഷേ എല്ലാവരും പറഞ്ഞു ഇത് തന്നെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2nd ഇയർ തൊട്ട് പഠിച്ചാൽ മതി, വേഗം എളുപ്പത്തിൽ കഴിയുമല്ലോ എന്നുള്ളത്. അന്നേരം ഇങ്ങനെ ഭയങ്കര കുലങ്കുഷമായിട്ടുള്ള ചിന്തകളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യുന്നു, അവർ കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീയോ തന്നെ എടുക്കടി, അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മളും ചാടിത്തുള്ളി അതിനോട്ട് പോകുന്നു. അന്ന് എനിക്കിങ്ങനെ എൻ്റെ കഴിവിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അങ്ങനത്തെ ഒരു ധാരണയൊന്നുമില്ല. എല്ലാവരും പഠിക്കാൻ പോകുന്നു, നമ്മളും പഠിക്കാൻ പോകുന്നു. അപ്പോൾ
അത് കഴിഞ്ഞിട്ട് നമ്മൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്തും ഞാൻ ഈ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ക്യുസാറ്റിൻ്റെയും കേരളയുടെയും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യുസാറ്റിൻ്റെ എഴുതുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ക്യുസാറ്റിൽ പഠിക്കുക. ക്യുസാറ്റിൽ പഠിക്കാനുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ആ യൂണിവേഴ്സിറ്റി കണ്ടിട്ട് അതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ പഠിക്കാം എന്നൊക്കെ ഉള്ളൊരു ധാരണ അങ്ങനെ. പക്ഷെ അതിൻ്റെ എൻട്രൻസ് എഴുതിയാലും നമുക്ക് എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല, അപ്പോൾ എന്തായാലും എനിക്ക് അവിടെ കിട്ടൂല എന്നുള്ളൊരു ധാരണയിൽ ഇനി ഒരു വർഷം വൈകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ റിസൾട്ടൊന്നും കാക്കാതെ തന്നെ നമ്മൾ എവിടെയാണ് ഈ റോഡ് പോയിട്ട് എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്തു. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്തു. ആ വർഷത്തെ ഫീസും അടച്ച് കഴിഞ്ഞപ്പോഴാണ് ക്യുസാറ്റിലെ എൻട്രൻസിൽ നമുക്ക് നല്ല റാങ്കിൽ എനിക്ക് എന്തായാലും ആദ്യത്തതിൽ തന്നെ എനിക്ക് കിട്ടുകയാണ്. അപ്പോൾ കിട്ടിയപ്പോൾ നമ്മളെ മറ്റിടത്തുനിന്ന് TC വാങ്ങിച്ചിട്ട് വേണമല്ലോ ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ TC വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു 4 വർഷത്തെ ഫീസും അടച്ചിട്ട് വേണമെങ്കിൽ പോയിക്കോ, എന്നാലേ TC തരുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് അത്രയും പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ആയിരുന്നു എഞ്ചിനീയറിങ് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ അവിടെ പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പുറത്തൊക്കെ പ്ലേസ്മെന്റ് അങ്ങനത്തെ ഇതിലൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ ഈറോഡ് പഠിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കഴിഞ്ഞ് പോന്നാൽ മതി എന്നൊക്കെ ഉള്ളൊരു ധാരണയായിരുന്നു. ഭയങ്കരമായിട്ടുള്ള കോളേജിന്റെ ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഭയങ്കര സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദെൻ അവിടെ നിന്ന് അത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ എല്ലാവരും വേഗം അടുത്ത ജോലിയിൽ കയറുക എന്നുള്ളൊരു സാധനമല്ലേ. അപ്പം നമ്മൾ അയ്യോ ഇത്രയും വർഷങ്ങൾ ഞാൻ പഠിച്ചു ആവശ്യതയായി, ഇനി കുറച്ച് നാളൊന്ന് റെസ്റ്റ് എടുക്കണം. ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് ആരോഗ്യമൊക്കെ പോയി. അപ്പോൾ റെസ്റ്റ് ഒരു ചിന്തയില്ല, നമുക്കൊരു ജോലി അങ്ങനത്തെ ചിന്തയല്ല, നമുക്ക് റെസ്റ്റ് എടുക്കണം, സന്തോഷിക്കണം എന്നുള്ളതാണ്. കാരണം റെസ്റ്റ് എടുക്കാതെയും സന്തോഷിക്കാതെയും അച്ഛൻ ജോലി ചെയ്ത് സമ്പാദിച്ച് തരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ വീട്ടുകാരൊരിക്കലും വേഗം ജോലിക്ക് പോകൂ അങ്ങനത്തെ ഒരു കമ്പൽസറി ആയിട്ട് നിന്നെ പഠിപ്പിച്ചതല്ലേ, നീ പെട്ടെന്ന് ജോലിക്ക് പോകണം അങ്ങനെ ഒരു നിർബന്ധങ്ങളൊന്നും വീട്ടുകാരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതായത് നിനക്ക് ഇഷ്ടമുള്ളൊരു ജോലി കിട്ടുമ്പോൾ നിനക്കത് ഓക്കെ ആണെങ്കിൽ നല്ല സ്ഥലമാണെന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ഞാൻ ഈ അച്ഛനോട് ചോദിക്കുമായിരുന്നു, അച്ഛന് ഞാൻ ആരാവണതാ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു സംഭവം പൊതുവേ കേൾക്കുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് എപ്പോഴും നല്ലത് ബാങ്കും അല്ലെങ്കിൽ അധ്യാപികയായിട്ടും ടീച്ചറായിട്ടാണ്, അതാണ് സേഫ്. പണ്ടത്തെ ആളുകൾ അങ്ങനെയുള്ള പറയുന്നത്. അപ്പോൾ നമ്മളത് കേട്ട് നമ്മൾ അതിലോട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ നമുക്ക് ഫെഡറൽ ബാങ്കിൽ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ട്രെയിനിങ് ആയിട്ടായിരിക്കും അവർ നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ കിട്ടി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസ്, ആലുവയിൽ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. ഒരു വലിയൊരു ഓഫീസാണ്. അപ്പോൾ അന്നത്തെ സമയത്ത് ഇങ്ങനെ വലിയ ഓഫീസുകളൊക്കെ ഭയങ്കര കുറവാണ്. ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഈ ബാങ്ക് ജംഗ്ഷനിൽ ഫെഡറൽ ബാങ്കിന്റെ ആ ഹെഡ് ഓഫീസ് നിൽക്കുന്ന ബാങ്ക് ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഓഫീസ് ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഓഫീസ് കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലാഗ്രഹിക്കും, അയ്യോ ഇവിടെ എങ്ങാനും ജോലി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ എന്ന് ഞാൻ അതിതീവ്രമായിട്ട് പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുമല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മളിലോട്ട് വരുന്നു. അതുപോലെയാണെന്ന് തോന്നുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ഫെഡറൽ ബാങ്കിന്റെ ആയിരുന്നു. ആദ്യത്തെ ഇന്റർവ്യൂവിൽ തന്നെ കിട്ടി. അപ്പോൾ ഇവിടെയല്ല എനിക്ക് ആദ്യം കിട്ടിയത്. അതായത് ഞാൻ ആഗ്രഹിച്ച ആ ഹെഡ് ഓഫീസിലല്ലായിരുന്നു കിട്ടിയത്, ആദ്യം അങ്കമാലി ബ്രാഞ്ചിലായിരുന്നു. അപ്പോൾ അങ്കമാലി ബ്രാഞ്ചിൽ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ് കുറച്ച് ഫയലുകൾ, പൊടി പിടിച്ച കുറച്ച് ഫയലുകളും എന്തൊക്കെയോ കുറച്ച് കമ്പ്യൂട്ടറായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ കുറച്ച് നാളവിടെ പോയി. എന്നിട്ട് ഞാൻ ഹെഡ് ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, അപ്പോൾ എനിക്ക് ഈ ജോലി ചെയ്യാനായിട്ട് അവിടുത്തെ ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ HR കണ്ടിട്ട് പറഞ്ഞു, എനിക്കിത് വലിയ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ വലിയ കാര്യമില്ല. സോ ഞാൻ ട്രെയിനി ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഹെഡ് ഓഫീസിലാണെങ്കിൽ നല്ലതായിരുന്നു, ബ്രാഞ്ചിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായി. സോ വെരി നെക്സ്റ്റ് ഡേ തന്നെ അവരെനിക്ക്, ഞാൻ ആ സ്വപ്നം കണ്ട ഹെഡ് ഓഫീസിൽ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് നാളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ കേടായിട്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തോട്ട് പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ കുറച്ച്, അതായത് അതിന്റെ ഒരു കോർപ്പറേറ്റ് ഓഫീസ് കുറച്ച് ഭാഗം ഹെഡ് ഓഫീസിന്റെ എറണാകുളത്ത് മറൈൻ ഡ്രൈവില് ഫെഡറൽ ടവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിങ് കാണണം. അപ്പോഴാണ് ഞാൻ അയ്യോ ഇത് ആലുവേനേക്കാളും നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അന്ന് നമുക്ക് വലിയ ജോലിനെ കുറിച്ചിട്ടോ അതിൽ ഉയരുന്നതിനെ കുറിച്ചിട്ടോ അല്ല, അതായത് ആരെങ്കിലുമൊക്കെ എവിടെയാ ജോലി ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ഈ ഒരു വലിയ ബിൽഡിങ്ങിലാണ്, ഭയങ്കര സെറ്റപ്പാണ്. അന്നേരം ആ ഒരു ബുദ്ധിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആഗ്രഹിക്കണം, അയ്യോ എനിക്ക് ഇവിടെ കിട്ടിയിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ആലുവയിലോട്ട് ഓഫീസിൽ
ജോലിക്ക് പോവുകയാണ്. ജോലിക്ക് ചെന്നപ്പോൾ അവിടെ വേറൊരു ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഷിഫ്റ്റിംഗ് എടുക്കുകയാണ്. അതായത് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അത് മൊത്തമായിട്ടും എറണാകുളത്തേക്ക് മറൈൻ ഡ്രൈവിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അവിടെ എന്നെ പോലെ ട്രെയിനി ആയിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, സിമ്പിളെ, എനിക്ക് എറണാകുളത്തോട്ട് പോയി വരാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ജോലി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് സിമ്പിള് മറ്റേ സ്ഥലത്തോട്ട് പോകാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനാണെങ്കിൽ തലേ ദിവസം അവിടെ കണ്ട് ആഗ്രഹിച്ച് നിൽക്കുകയല്ലേ. അപ്പം എനിക്ക് മനസ്സിലായി ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും വർക്ക് ചെയ്യും എന്നുള്ളൊരു സാധനം എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായി. പക്ഷെ അന്ന് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നോ അങ്ങനെ ഒരു വാക്കൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ആഗ്രഹിച്ച എറണാകുളം മറൈൻ ഡ്രൈവിൽ അവിടെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷെമിത എന്ന് പേരുള്ളത്. അപ്പോൾ ഷെമിത വർക്ക് ചെയ്യുന്നത് തൃശ്ശൂര് ചിറ്റിലപ്പള്ളി IAS എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അവിടെയാണ്. അത് നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജ്. ഞാൻ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ അതൊരു നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജാണ്. മറ്റുള്ള എഞ്ചിനീയറിംഗ് കോളേജിനെയൊക്കെ അപേക്ഷിച്ചിട്ട് അവിടെ ഒരു സ്റ്റാഫിനെ ആ സമയത്ത് എടുത്തിരുന്നതെന്ന് വെച്ചാൽ അവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവരുടെ ഒരു കഴിവ് നോക്കിയിട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. പിന്നെ സ്ഥിരമായിട്ട് ഒരു വർഷം ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പെർമനൻ്റ് ആക്കും. ആ ഒരു സെറ്റപ്പ് ആയിരുന്നു അന്നത്തേക്ക് സമയത്ത്. അപ്പോൾ ഞാൻ ഈ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ട് ഷെമിതനെ ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ഷെമിത അവിടെ ജോയിൻ ചെയ്തു. ഷെമിത അവിടുത്തെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ പറയണം. അപ്പം ഞാനിങ്ങനെ അപ്പോൾ ഷെമിത MTech ജോയിൻ ചെയ്യാൻ പോകണമെന്നൊക്കെ പറയാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കണം, അയ്യോ ബാങ്കിനേക്കാളും അപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നോക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലാണെങ്കിൽ നമുക്ക് MTech കൂടിയും ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം വരികയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ ഒരു വർഷത്തെ ഒരു ട്രെയിനിങ് പീരീഡ് ഫെഡറൽ ബാങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫെഡറൽ ബാങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ഷെമിത വർക്ക് ചെയ്ത അവിടെ ഒരു വേക്കൻസി വന്നപ്പോൾ ഷെമിത എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്ന് വെച്ചാൽ ആ സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ MTech കമ്പൽസറി ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇന്റർവ്യൂവിന് ചെയ്യുന്ന സമയത്ത് ഷെമിത പറഞ്ഞിട്ട് അവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ലെറ്ററൊക്കെ അയച്ചു. അപ്പോൾ അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ വന്നത് മുഴുവനും MTech കഴിഞ്ഞതും പിന്നെ PhDക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പായി നമുക്കിത് കിട്ടൂല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ്. അപ്പം കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളവിടെ ഇരുന്ന് കിട്ടുമോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ നമുക്കൊരു എല്ലാവരെയും കൂടി വിളിച്ചിട്ട് ഇന്റർവ്യൂവിൻ്റെ ഒരു തരുമല്ലോ. അപ്പം എനിക്കെന്തായാലും അത് കിട്ടാൻ പോകാത്തത് കൊണ്ട് ഞാനൊരു ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പം അന്നെന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ സാരി ഉടുത്തിട്ട് പോകണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ചുരിദാർ ഇട്ടാണ് പോയത്. കാരണം നമുക്കത് കിട്ടൂല. പിന്നെ നമ്മൾ ഇത്ര അകലെന്ന് സാരിയെ കൊടുത്ത് കഷ്ടപ്പെട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാനൊരു ചുരിദാറാണെങ്കിൽ അതൊരു പാരലൽസ് പോലെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സാധനമൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ പുതിയ കുട്ടികൾ വരുന്ന പുതിയ കുട്ടികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ചുരിദാറൊക്കെ ഇട്ട് വരുന്നുണ്ടപ്പോൾ ഞാൻ അവിടുത്തെ ഏതോ പുതിയ സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ സീനിയർ കുട്ടികൾ എനിക്ക് ചന്ദനമൊക്കെ തൊട്ടുന്നു അപ്പോൾ ഞാൻ ഭയങ്കര അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇരുന്ന് ഭയങ്കര വായനയും ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരൊരു ടോപ്പിക്ക് തരും, നമ്മൾ അതിനെക്കുറിച്ചിട്ട് ക്ലാസ് എടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു ടോപ്പിക്ക് മാത്രമേ ഞാൻ പഠിച്ചിട്ട് പോയുള്ളൂ. അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ടെൻഷനും ഒന്നുമില്ല. ഭയങ്കര അതായത് എങ്ങനെയെങ്കിലും ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. പിന്നെ അവിടെ അടുത്താണ് എൻ്റെ വല്യമ്മയുടെ വീട്. അപ്പോൾ എന്തായാലും ഇവിടത്തോളം വന്നതല്ലേ വല്യമ്മയുടെ വീട്ടിൽ പോകാം, എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാം എന്നുള്ളതിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്. മാത്രമല്ല ഞാൻ ഒരു സബ്ജക്റ്റേ പ്രിപ്പയർ ചെയ്തോളൂ, ആ സബ്ജക്റ്റ് തന്നെയായിരുന്നു എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ആകെ പഠിച്ച സബ്ജക്റ്റ് അതായതുകൊണ്ട് ഞാൻ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തു. കാരണം പേടിയില്ല, ഒന്നുമില്ല, കിട്ടൂലല്ലോ, ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാനത് പ്രസന്റ് ചെയ്തിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ റിസൾട്ടും അങ്ങനത്തെ സാധനങ്ങളൊന്നും നോക്കിയൊന്നുമില്ല. അപ്പോഴും പിന്നീടാണ് ഞാൻ അറിയുന്നത് അവിടെ വന്നിരുന്ന ഇപ്പോൾ MTech ഒക്കെ കഴിഞ്ഞവർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ PhD നോക്കുന്നത് കൊണ്ട് അവർ PhD അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. വേറെ പലരും ഇതുപോലെ PhD അതായത് ഹയർ സ്റ്റഡീസ് അങ്ങനത്തെ വേറെ വേറെ ഓപ്ഷൻസിൽ പോയപ്പോൾ ഇന്റർവ്യൂവിൽ ഞാൻ നല്ലോണം പെർഫോം ചെയ്തത് കൊണ്ടും പേടിയൊന്നുമില്ല, നല്ല ധൈര്യത്തിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്തത് കൊണ്ടും ആ ഒരു ഇതിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. പിന്നെ എനിക്ക് അവിടെ ജോലി കിട്ടി. പിന്നെ ഒരു വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഞാൻ നല്ലോണം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അവിടുത്തെ സ്ഥിരം സ്റ്റാഫായി മാറി. ഇപ്പം അവിടെ ടെമ്പററി ആയിട്ട് കോൺട്രാക്ട് ബേസിലൊക്കെയാണ് എടുക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു നല്ല അറ്റ്മോസ്ഫിയറും നല്ല സാലറി പാക്കേജൊക്കെ ആയിരുന്നു ആ ഒരു സമയത്തൊക്കെ.
അപ്പോൾ നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു, നമുക്ക് ഒരു സബ്ജക്റ്റ് എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ഭയങ്കര എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഓർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലത്തെ എക്സ്പീരിയൻസ് ഒക്കെ. പക്ഷേ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു വിട്ടത് പത്തനംതിട്ടയായിരുന്നു. അപ്പോൾ കുഞ്ഞുണ്ടാവുന്നത് വരെ ഞാൻ അവിടെ പിടിച്ചു നിന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എംടെക്കും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് ലീവ് എടുത്തിട്ട്, കോളേജിൽ നിന്ന് ലീവ് എടുത്തിട്ട് നമ്മൾ എംടെക്കിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. അങ്ങനെ മോനെ 1 വയസ്സാകുന്ന സമയത്ത് എൻ്റെ മകൻ സംസാരിക്കാനായിട്ട് ഇത്തിരി അമ്മ എന്നൊന്നും വിളിക്കാനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അധികം സംസാരിക്കില്ല, എന്താ പറയണത്, ഒരു അടങ്ങി ഒതുങ്ങി ഓരോടത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇവൻ എന്താണ് ഇങ്ങനെ സംസാരിക്കാത്തത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുന്ന കുറേ പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്യൂസ്, കാര്യങ്ങൾ, അതൊക്കെ കൊണ്ട്, ആ കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മൾ ജോലി ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാണ്, എന്നാലും നമ്മളത് റിസൈൻ ചെയ്തു. പിന്നെ നമ്മൾ റിസൈൻ ചെയ്തിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നമ്മളൊരു റിയൽ ലൈഫ് എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവിടെയാണ്. അതായത് ഞാൻ ശരിക്കും കല്യാണം കഴിച്ചത്, ഞാൻ നല്ലോണം പഠിച്ചു, അതുപോലെ എനിക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടായി. അതിനുശേഷമാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അതായത് അങ്ങനെ കല്യാണം കഴിച്ചിട്ടും നമുക്ക് കാര്യമില്ല എന്നുള്ളത് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തു. കാരണം നമുക്കൊരു സാഹചര്യം വന്നപ്പോൾ ഹസ്ബൻഡൊന്നും അവരുടെ ഒന്നും വേണ്ടെന്ന് വെക്കാൻ പോകണില്ല. അപ്പം നമ്മൾ തന്നെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് നമ്മുടെ കുട്ടീനെ നോക്കണം, ബാക്കി പല കാര്യങ്ങൾക്കും നമ്മൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ നമ്മൾ ശരിക്കുള്ള ലൈഫ് എന്താണ്, ലൈഫിലുള്ള സ്ട്രഗിൾസ് എന്താണ്, പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ഫേസസിലൂടെ ഞാൻ കടന്നു പോയത് വിവാഹത്തിന് ശേഷമാണ്. ഒരു പോയിന്റിൽ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, അതായത് ജീവിക്കാൻ പോലും തോന്നാത്തൊരു മാനസികാവസ്ഥ. ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ പല കുട്ടികളും കല്യാണം കഴിഞ്ഞ് അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അതിലിങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത്, ഇവർ സ്മാർട്ടാണല്ലോ, ഇവർ ബോൾഡാണല്ലോ, ഇവർക്ക് ജോലി ഉണ്ടല്ലോ, പിന്നെന്തിനാണ്. പക്ഷേ ഞാനും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ട് എനിക്ക് ശരിക്കും അവരുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു തോട്ട് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയ സമയത്ത് 2016 എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായത്. എൻ്റെ 2 മക്കളും കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഉറങ്ങുമ്പോഴേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തോട്ട് എന്ന് പറയുന്നത്, എൻ്റെ ചെറുപ്പകാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ നല്ലോണം സ്നേഹിച്ചാണ് വളർത്തിയിട്ടുള്ളത്. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇവർക്ക് ഇതിനുള്ള ഭാഗ്യമില്ലല്ലോ, ഇവർക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ ആരും ഇല്ലല്ലോ. പിന്നെ ഈ എൻ്റെ മോളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചെറുതാ, ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുഖം. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ജീവിക്കാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളൊരു ചിന്ത വന്നു. ജീവിക്കാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ സൂയിസൈഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു സാധനം, അന്നത്തെ ആ ഒരു മാനസികാവസ്ഥയും നമ്മളുടെ ഇമോഷൻസ്, നമ്മുടെ ലൈഫ് നശിപ്പിക്കുന്നവരോടുള്ളൊരു ദേഷ്യം, നമ്മുടെ ചുറ്റുപാടുള്ള പലരെയും നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആ ഒരു മാനസികാവസ്ഥയും കൊണ്ട് നമുക്ക് അവിടെ ജീവിക്കാനായിട്ട് പറ്റൂല. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട്, മക്കളെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് നമ്മളിങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് കുറേ ബുക്കുകൾ വായിച്ചു. അപ്പോൾ എന്ത് ചെയ്താലും ജീവിതം രക്ഷപ്പെടും എന്നുള്ളതായിരുന്നു നമ്മളുടെ ചിന്ത. അപ്പോൾ കുറേ ബുക്കുകൾ വായിച്ച് അറിവ് നേടാൻ ശ്രമിച്ചു. പിന്നെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്, മൈൻഡ് മാസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. ഓരോന്നും അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ ലൈഫ് മാറും, എനിക്ക് മാറ്റം വരും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലൈഫൊന്നും മാറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഹിപ്നോസിസ് പഠിച്ചാൽ ചിലപ്പോൾ എന്തോ മാറ്റം വരും എന്ന് വിചാരിച്ചാൽ അത് പഠിച്ചു. റേക്കി പഠിച്ചാൽ മാറ്റം വരും എന്ന് വിചാരിച്ചു റേക്കി പഠിച്ചു. പ്രാണിഹീലിംഗ് പഠിച്ചാൽ മാറ്റം വരും എന്ന് വെച്ചാൽ അത് പഠിച്ചു. NLP പഠിച്ചാൽ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് മാറ്റം വരില്ല. ആ പഠിച്ച സാധനങ്ങൾ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമ്മളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകുള്ളൂ. നമ്മുടെ ലൈഫിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഉള്ളത് ഗ്രൂപ്പ് കോച്ചിങ് ആണ്. ഇപ്പോൾ പുറത്ത് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരുപാട് ആളുകൾ വരും. അപ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഇരുന്നിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു.
അപ്പോൾ നമുക്ക് ചില പേഴ്സണലായിട്ട് ചില ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഗ്രൂപ്പിലിരുന്നിട്ട് അത്രയും പേരുടെ ഇടയിലിരുന്നിട്ട് നമുക്ക് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾക്കി പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ഒരാൾക്ക്, നമുക്ക് കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് തരുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് പറ്റില്ല. ജനറൽ ആയിട്ടുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പേഴ്സണലി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഇങ്ങനെയുള്ള ആളുകളെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയി കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ നമ്മളോട് അവിടെ ഇരിക്കാൻ പറയും, കുറച്ച് കാര്യങ്ങൾ കേൾക്കും, എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വിമ്മി ഇങ്ങനെ നിൽക്കണം, നമ്മളുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളൊന്ന് പറയാൻ. അതായത് ഞാൻ പറയുന്നത് ജഡ്ജ്മെന്റ് ഇല്ലാതെ ആരും കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇവർ കുറച്ച് കാര്യങ്ങൾ കേൾക്കും, എന്നിട്ട് പറയും അന്ന് അടുത്ത ആഴ്ച വരൂ എന്ന് പറഞ്ഞ് വിടും. അപ്പോൾ അടുത്ത ആഴ്ച പറയാമെന്ന് വിചാരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് പേപ്പറൊക്കെ തന്ന്, കുറച്ച് സിമ്പിൾസ് ഒക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ട് അത് ടിക്ക് ചെയ്യൂ, അത് മറ്റേത് ചെയ്യൂ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഞാൻ അവിടെ പോയി. അപ്പോൾ അതോടുകൂടി നമുക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനമല്ല എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ നിന്ന് പോരേ ചെയ്തത്. എന്നാൽ ഇതെന്താണ് പ്രൊസീജിയർ എന്നോ അതൊന്നും പറഞ്ഞിരുന്നല്ലോ. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ആ സ്ഥാപനത്തിൽ ഓരോ ആളുകളായിരിക്കും, അവർ കുറച്ച് നേരം സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് പോയിക്കോളാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടുന്നില്ല. പിന്നെ അതിതീവ്രമായി നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അന്നേരം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എൻ്റെ പ്രശ്നം അത് എൻ്റെ മാത്രം പ്രശ്നമാണ്, വേറൊരാളുടെയും പ്രശ്നമല്ല. ഈ പ്രശ്നങ്ങൾ മാറുക എന്നുള്ളത് എനിക്ക് മാത്രമാണ് അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലാതെ വേറെ ആർക്കും അവിടെ ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ അവിടെ ഒരു പ്രശ്നം മാറാൻ പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വല്ല കോച്ചിങ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഫീസ് കൊടുക്കുന്നു, അവർ നമുക്ക് എന്തൊക്കെയോ പറഞ്ഞു തരുന്നു, നമ്മൾ ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണുണ്ടോ ഇല്ലേ എന്നുള്ള ഫോളോ അപ്പ് കാര്യങ്ങൾ, അന്നത്തെ സമയത്ത് ഈ ഫോളോ അപ്പ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പോലെ ചിന്തിക്കാനോ നമുക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ല. അതായത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഈ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് ചെയ്യാനുള്ളൊരു മൂഡില്ല. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ വിചാരിച്ചു, ആരും സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എന്നെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താലോ. അപ്പോൾ അത്ര നാളും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു, എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു വെച്ചു, അതിലൊക്കെ കോമൺ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അങ്ങനെ അതെല്ലാം എടുത്തു വെച്ചിട്ട് എൻ്റെ ലൈഫിലത്തെ അപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഏതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും, എല്ലാത്തിനും കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ചെയ്തപ്പോൾ നമുക്ക് നല്ല ചേഞ്ചസ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൽ മെയിനായിട്ട് അന്നേരം നമ്മൾ ചെയ്തത് ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്. അതായത് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മളുടെ ലൈഫിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു, ഒരുപാട് പേര് നമ്മളെ ബുദ്ധിമുട്ടിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഉള്ളിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു തെറ്റും ചെയ്യാതെ എന്തിനാണ് ഇവരൊക്കെ നമ്മളിങ്ങനെ ഉപദ്രവിക്കുന്നത്, ഈ ആളുകളെയൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത്, ഈ സാഹചര്യമൊക്കെ എൻ്റെ ലൈഫിൽ എന്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു കാര്യം. അപ്പം നമ്മൾ എക്സ്ട്രാ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന കാര്യം കൂടിയും നമ്മൾ കുറേയും കൂടിയും അറിയാൻ ശ്രമിച്ചു. നമ്മളൊരു എനർജിയാണ്, നമ്മളൊരു സോളാണ്. അപ്പോൾ എനർജി ആയിരിക്കുമ്പോൾ എനർജിനെ നിർമ്മിക്കാനും നശിപ്പിക്കാനും പറ്റില്ല. ഈ എനർജി മുന്നുണ്ട്, ഇപ്പോഴുണ്ട്, ഇനിയും ഉണ്ടാകും, ഇത് നശിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ആ ലെവലിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ഈസിയായി. നമുക്ക് എല്ലാത്തിനും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായി. അപ്പോഴാണ് നമുക്കൊരു മനസമാധാനം അങ്ങനത്തെയൊക്കെ ഒരു കാര്യമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ പാരൻസ് എല്ലാത്തിനും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. അത് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളില്ലെങ്കിൽ എനിക്കറിയില്ല അത് ആ ഒരു അവസ്ഥയിലൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത്. കാരണം നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാനായിട്ട് ബാക്കിൽ നിന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്തത് അച്ഛനും അമ്മയും മാത്രമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടതാണ്, എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരികളൊക്കെ നല്ല കട്ട സപ്പോർട്ടായിരുന്നു, അതും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു.
അപ്പോൾ എനിക്ക് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഞാൻ ആ ഒരു ജേർണിയിൽ പല ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്കറിയാം മറ്റുള്ളവരും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവരെയും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. എനിക്കറിയാവുന്നതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇതൊരു ജോലിയായിട്ട് മാറുമെന്നൊന്നും അറിയില്ല. അതായത് നമ്മൾക്കൊരു ആശ്വാസം കിട്ടിയപ്പോൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതേ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുടെ ആ ഒരു വേദനയൊക്കെ പെയിനൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ അരച്ച് കലക്കി കുടിച്ച് വെച്ചേക്കാണ്. പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് മാറ്റം വരാനായിട്ട് എത്ര സമയം എടുക്കും, എത്ര നാളത് നമ്മൾ ചെയ്യണം, എന്തുകൊണ്ടാണ് നമുക്ക് മടുപ്പ് തോന്നുന്നത്, അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവർക്ക് മാറ്റം വരാൻ തുടങ്ങി. അപ്പോൾ ഈ പെയിൻ ഉള്ളവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് പ്രശ്നമല്ല, അവര് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അവർ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അന്ന് എൻ്റെ ഫോൺ നമ്പർ കൊടുക്കും. അപ്പോൾ അവർ എന്നെ കോൺടാക്ട് ചെയ്യും. പേഴ്സണലി നമുക്ക് ആ വ്യക്തികളെ അറിയില്ലെങ്കിലും ഫോണിലൂടെ അവരെന്നെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ ഫോണിലൂടെ തെറാപ്പി അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ കൊറോണയ്ക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊറോണയ്ക്ക് മുൻപാണ്, 2017 ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പോൾ ആ സമയത്തെ ഞാനിങ്ങനെ അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ നേരിട്ട് ചെന്ന് കണ്ണിലോട്ട് നോക്കി നമ്മളുടെ ബോഡി ലാംഗ്വേജ് കണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ സ്വയം ഒരാൾക്ക് തോന്നണ എനിക്ക് മാറ്റം വേണമെന്ന് തോന്നിയാൽ ഒരു ബോഡി ലാംഗ്വേജും കണ്ണിലോട്ട് നോക്കലും ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞു തന്നാൽ ചെയ്താൽ മാറ്റം വരുത്താൻ പറ്റുന്നുള്ളത് ലൈഫിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത് അവർക്കും മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ അവർ വില്ലിങ് ആണെങ്കിൽ അവരത് കേട്ട് മനസ്സിലാക്കി സംശയങ്ങളൊക്കെ ചോദിച്ച് ചെയ്യുമ്പോൾ അവർക്ക് മാറ്റം വരും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ അവരെ കൊണ്ട് ആ സാധനം ചെയ്യിപ്പിക്കല്ല ചെയ്യുന്നത്. അതായത് ഇതാണ് പ്രശ്നം, ഇതിന്റെ സൊല്യൂഷൻ ഇതാണ്, ഇതിന് ചെയ്യുന്ന ടൂൾസും ടെക്നിക്കും ഇതാണ്, ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഇതാണ്. അതായത് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ അവരെയും കൂടിയും ഒരു ടീച്ചറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരും അതിരുന്ന് ചെയ്യുന്നു. അങ്ങനെ ഒരു പീരീഡിൽ ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതുക്കെയാണ് നമ്മൾ ഇതൊരു ജോലിയായിട്ട് നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ 2017 ഒരു നവംബർ 16 ആ ഒരു ഡേറ്റിലാണ് നമ്മൾ ഒഫീഷ്യലി ആദ്യമായിട്ട് ഫീസൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ജോലിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്താണ്. പിന്നെ ജോലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നല്ല ക്ലയൻസ് ഒക്കെ വരാൻ തുടങ്ങി. അതുപോലെ ഇവർക്ക് ക്ലയൻസിന് നമ്മൾ റിസൾട്ട് കൊടുക്കുന്നതുകൊണ്ട് മോട്ടിവേഷനോ അങ്ങനെയൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത്, ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്ലയൻസ് ആകാൻ തുടങ്ങി. അങ്ങനെ ക്ലയൻസ് കേരളത്തിൽ കൂടാതെ ഇന്ത്യക്ക് പുറത്ത്, അതായത് ഇവിടെ ഉള്ളവർക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അവർ മറ്റുള്ളവർക്ക് റെഫർ ചെയ്തിട്ട് ഇന്ത്യക്ക് പുറത്ത്, അങ്ങനെയുള്ള ആ റെഫർ ചെയ്ത് പോയ, അതായത് അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇല്ലാതെ പരസ്യങ്ങളൊന്നും കൊടുക്കാതെ നമ്മളുടെ ഒരു റിയൽ റിസൾട്ട് കണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ നമുക്ക് ക്ലയൻസ് ഗൾഫിൽ, യൂറോപ്പിൽ, ഇപ്പോൾ US, UK, പറഞ്ഞ ഓസ്ട്രേലിയ, അയർലാൻഡ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ക്ലയൻസ് ആകാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ക്ലയൻസ് ആവാൻ തുടങ്ങി. അന്നേരം എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ജെനുവിനായിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പബ്ലിസിറ്റിയുടെയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആളുകൾ നമ്മളെ തേടി വരും എന്നുള്ളൊരു സത്യം നമ്മൾ അതിലൂടെ മനസ്സിലാക്കണം. പിന്നെ നമ്മളതിനെ ഫേമായിട്ട് രജിസ്റ്റർ ചെയ്തു. അതുപോലെ തന്നെ എല്ലാ വർഷവും ഓഡിറ്റൊക്കെ ചെയ്തു, ITR ഒക്കെ ഫയൽ ചെയ്തു. ആ ഒരു രീതിയിലോട്ട് അതൊരു ജോലിയായിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ ഇതിലല്ലായിരുന്നല്ലോ, വേറൊരു ഫീൽഡിൽ നിന്ന് കരിയർ ചേഞ്ച് ചെയ്തു ഇതിലോട്ട് വന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ വേറെ പലർക്കും ഇതുപോലെ കരിയർ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ അവരെന്നോട് ലൈഫ് കോച്ചിങ് പഠിപ്പിച്ച് തരാമോ എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ 2018 അതായത് പേഴ്സണലി പ്രോബ്ലം ഉള്ള ആളുകൾ നമ്മളുടെ അടുത്ത് വരും, പേഴ്സണൽ കോച്ചിങ്ങിന് വരും, ഹീലിങ്ങിന് വരും, ഇങ്ങനെയൊക്കെ വരുമായിരുന്നു. പക്ഷേ ഈ ലൈഫ് കോച്ചിങ് അവർക്കും ഒരു ലൈഫ് കോച്ച് ആവാനായിട്ട് ഇത് പഠിപ്പിച്ചു തരുമോ എന്നുള്ളൊരു ആവശ്യക്കാർ വന്നത് 2018. അങ്ങനെ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ കൊറോണയൊക്കെ വന്ന സമയത്താണ് എൻ്റെ അടുത്ത് MSW സൈക്കോളജി ഒക്കെ കഴിഞ്ഞ ആളുകൾ വരാൻ തുടങ്ങിയത്. ഇത് പഠിപ്പിച്ചു കൊടുക്കും, അവർക്കും ഒരു ലൈഫ് കോച്ച് ആകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എനിക്കൊരു സൈക്കോളജിയിൽ ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ലല്ലോ, അപ്പം ഞാനും എന്തെങ്കിലുമൊക്കെ പഠിക്കാം കാരണം ഇതൊരു ലോങ് ടൈം പ്രൊഫഷനായിട്ട് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ സൈക്കോളജിയിൽ PG എടുക്കുന്നത്.
കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആകുന്നത് അങ്ങനെയാണ്. അതായത് ലൈഫ് കോച്ചിങ് ചെയ്തു ഈ ജോലിയിൽ സക്സസ്ഫുൾ ആണ് എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇതിലോട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പഠിച്ച് നമ്മളുടെ എക്സ്പീരിയൻസ് പല കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മളുടെ ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ബുക്കാക്കി, അങ്ങനെയാണ് നമ്മൾ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ബുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ കുറച്ച് ബുക്കുകൾ എഴുതി. അതായത് നമ്മൾ പണ്ടെന്നൊക്കെ പറയുന്നത് നമ്മളൊരു ബുക്ക് പോലും വായിക്കാത്ത ആളായിരുന്നു, പക്ഷെ ആ ആള് പിന്നീട് ഓതറായി. ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് നമ്മൾ സ്വയം ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് ഏത് പ്രായത്തിലും നമുക്ക് സ്വിച്ച് ചെയ്ത് വരാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ ലൈഫിലൂടെ തന്നെയാണ് മനസ്സിലായത്. ഇന്ന് ഞാൻ വേറൊരാളുടെ കീഴിൽ പോയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യല്ല ചെയ്യുന്നത്. ഞാൻ വർക്ക് ഫ്രം ഹോം ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വീട്ടിൽ ഓഫീസുണ്ട്, ഹോം ഓഫീസുണ്ട്. എനിക്കിങ്ങനെ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിനോടൊന്നും താല്പര്യമില്ല. കാരണം മുന്നേ നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്തതാണല്ലോ, ബാങ്കിൽ വർക്ക് ചെയ്തതാണ്, കോളേജിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിനോടൊരു താല്പര്യം ഇല്ലാണ്ടായി. അതുകൊണ്ടാണ് ഹോം ഓഫീസ്. പിന്നെ മാത്രമല്ല എൻ്റെ ക്ലയൻസ് പല സ്ഥലങ്ങളിലുള്ള ക്ലയൻസ് ആണുള്ളത്. അത് പല ടൈമിലുള്ളതാണ്. അപ്പോൾ ഓഫീസ് ഇട്ടിരുന്ന് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. പല രാജ്യങ്ങളിലുള്ള അപ്പോൾ ടൈം സോണൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഡിഫിക്കൽട്ടാണ്. പിന്നെ ഈ ഒരു ജോലി ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് അതായത് കൺസൾട്ടേഷൻ ആണെങ്കിൽ നമ്മളൊരു വൺ ടൈം കൺസൾട്ടേഷൻ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു. അവർക്ക് എപ്പോഴാണ് സമയം വേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. ആ ഒരു സമയത്ത് ആ ഫീസ് പറയുന്നു, അവർ ഫീസ് നമുക്ക് തരുന്നു. ആ ഒരു 1-to-1 കൺസൾട്ടേഷൻ. ചിലർക്ക് ഒരു 45 മിനിറ്റ് കൺസൾട്ടേഷൻ മതി, ചിലർക്ക് 1 hour ആയിരിക്കും, ചിലർക്ക് ഒരു 2 hour ആയിരിക്കും, ചില കേസിൽ 3 hour ഒക്കെ പോയിട്ടുണ്ട്. അതായത് വൺ ടൈം കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ആ ഒരു സാധനം മാത്രം അവർ വിളിക്കുന്നു, ആ ഒരു കൺസൾട്ടേഷൻ കൊടുക്കുന്നു, അതോടുകൂടി ആ കൺസൾട്ടേഷൻ തീരുന്നു. അങ്ങനെയാണ്. അതായത് ലൈഫിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏരിയ എൻഹാൻസ് ചെയ്യാനുണ്ട്, എന്തെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് ഒപ്പീനിയൻ എടുക്കാനുണ്ട്, ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടാനുണ്ട്, ചിലതിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിരിക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ വൺ ടൈം കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ ഇനഫ്. പിന്നെ ചില കേസിൽ എന്ന് പറയുന്നത് അതായത് അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 3 കൺസൾട്ടേഷനുള്ളിൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാറുണ്ട്. ചില ആളുകൾ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അപ്പോഴൊന്നും അവർ അതിനൊരു ആക്ഷൻ എടുക്കൂല. ഇതിൽ നിന്ന് ആക്ഷൻ എടുക്കാതെ വേറെ നിവർത്തിയില്ല എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഈ കൺസൾട്ടേഷൻ ഒന്നും അവർക്ക് പോരാ. കാരണം 1-2 ഈ ഇത്രനാളും കുറേ വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടായിരിക്കും അവരുടെ പ്രശ്നങ്ങൾക്ക്. അവർ വന്നിട്ട് നമ്മളിങ്ങനെ ഒറ്റമൂലിയൊന്നുമല്ലല്ലോ കൊടുക്കുന്നത് ഇപ്പം തന്നെ പ്രശ്നങ്ങൾ മാറാൻ. അതായത് ആ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടാവുന്ന കുറേ സാധനങ്ങളുമായിട്ടാണ് അവർ വരുന്നതെങ്കിൽ അതിന് അതിൻ്റെതായ സമയം എടുക്കും. അപ്പോൾ ശരിക്കും നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു കോച്ചിങ്ങിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് പാക്കേജുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്, 7 days അല്ലെങ്കിൽ 2 week. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് മിനിമം 21 days ആണ്. കാരണം ഒരാൾക്ക് മാറ്റം വരാൻ മിനിമം അവർ അത്രയും വലിയ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മിനിമം ഒരു 21 days എങ്കിലും വേണം, മാക്സിമം ഒരു 90 days. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ പുറത്തേക്കുള്ള ആളുകളാണെങ്കിൽ അവർക്ക് തന്നെ ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഒരാളുടെ ഹെൽപ്പ് വേണം എന്നുള്ളതുകൊണ്ട് അവർ കണ്ടിന്യൂസ് കോച്ചിങ് എല്ലാ ദിവസവും ഒരു കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ ആ കോച്ചിങ് അങ്ങനത്തെ പാക്കേജ് അവരെടുക്കാറുണ്ട്. എന്നാൽ ചില ആളുകൾ എന്ന് പറയുന്നത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 90 days ആണ് കോച്ചിങ് അവരെടുക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും അല്ല, വീക്ക്ലി വൺസ് വീക്ക്ലി ട്വൈസ് എന്നുള്ള രീതിയിൽ അവരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് അവരെടുക്കാറുള്ളത്. അപ്പോൾ ഓരോ കോച്ചിങ്ങിൻ്റെയും ഡ്യൂറേഷൻ വ്യത്യസ്തമായിരിക്കും. 90 days ആണ് ഞാൻ മാക്സിമം കൊടുക്കാറുള്ളത്. 90 days അല്ലെങ്കിൽ 45 days അല്ലെങ്കിൽ ഒരു മാസം കോച്ചിങ് കൊടുത്തിട്ട് പിന്നത്തെ 2 മാസം അവർക്ക് ഫോളോ അപ്പ് മാത്രമായിട്ട്. അത് ഇങ്ങനെ ജനറലായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കോച്ചിങ് ആണോ കൺസൾട്ടേഷൻ ആണോ എന്നുള്ളത്. അത് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. പിന്നെ അവരുടെ കൺസൾട്ടേഷൻ്റെ സമയവും ഓരോരുത്തരുടെ കേസ് അനുസരിച്ചിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഫീസ് ആണെങ്കിലും ഫിക്സഡ് ആയിട്ടുള്ളൊരു ഫീസ് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്താണ്, അവർക്ക് എത്ര സമയം നമ്മൾ എടുക്കേണ്ടി വരും, എത്രത്തോളം എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും, അങ്ങനെ അതിൻ്റെ എത്ര സമയം എടുത്തിട്ടായിരിക്കും ഇത് മാറുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും ഫീസും നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഒരു 1 time കൺസൾട്ടേഷൻ്റെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1 hour ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും ഒരു കേസ് അനുസരിച്ചിട്ടാണ്. എന്നാലും ഒരു മിനിമം ഞാൻ പറയുന്നത് 1000 അല്ലെങ്കിൽ 1500 എന്നുള്ളതാണ്. ഇനി ചില കേസിൽ നമ്മൾ 3 hour ഒക്കെ എടുക്കേണ്ടി വരാറുണ്ട്, 2 hour ഇരിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് ഓരോ കേസും അനുസരിച്ച് അതിൽ എത്ര പേരുണ്ടെന്നുള്ളതിനൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിട്ടിരിക്കും.
2000 വരാറുണ്ട്, 2500, 3000, അങ്ങനെ ഓരോ കേസും അതിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടിരിക്കും. പിന്നെ ഉള്ളത് നമുക്ക് കോച്ചിങ് പാക്കേജുകളാണ്. അപ്പോൾ അങ്ങനത്തെ പാക്കേജുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ, ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത്, എൻ്റെ പ്രൊഫഷൻ ഞാൻ എങ്ങനെയാണ് സ്വിച്ച് ചെയ്തത്, നമ്മളിങ്ങനെ ബോധപൂർവം എനിക്കൊരു ലൈഫ് കോച്ച് ആവണം, സൈക്കോളജിസ്റ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ജോലിയിലോട്ട് വന്നതല്ല. നമ്മൾ ബൈ ചാൻസ് എങ്ങനെയൊക്കെയോ അതിലെത്തിപ്പെട്ട് അങ്ങനെ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ബാങ്കിലും കോളേജിലൊക്കെ ജോലി ചെയ്തതിനേക്കാളും വളരെയധികം എൻജോയ് ചെയ്തിട്ട് ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പാഷനും എൻ്റെ പർപ്പസും ഒക്കെ എടുക്കുന്നത് ഇതിലോട്ടാണ്. എന്താ പറയുന്നത്, ലൈഫിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തന്ന് നമ്മളെ ദൈവം ശരിക്കും ഇതിലോട്ട് ഗൈഡ് ചെയ്തതുപോലെയാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ പ്രശ്നം എൻ്റെ ലൈഫിൽ വന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷേ ഇപ്പം ഇരുന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് അത് വന്നു, ശരിക്കും എന്നെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. കാരണം നമ്മൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ തരുമ്പോൾ നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് വന്നപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. നമ്മളുടെ ലൈഫിലുള്ള എല്ലാ സിറ്റുവേഷൻസിനെയും രാത്രിയും പകലും എന്ന് പറയുന്നത് പോലെ പ്രശ്നങ്ങളെയും സന്തോഷമുള്ള നിമിഷങ്ങളെയും ഒരുപോലെ സ്വീകരിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഞാൻ എൻ്റെ സെൽഫ് ലവിൽ ഫോക്കസ് ചെയ്തു, എൻ്റെ ഹീലിങ്ങിൽ ഞാൻ ഫോക്കസ് ചെയ്തു, എൻ്റെ പാഷൻ എന്താണ്, പർപ്പസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ കുറ്റപ്പെടുത്തലുകൾ, ബ്ലെയിമിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റുള്ളവരെ ആവശ്യമില്ലാതെ പുകഴ്ത്തി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക, അതൊക്കെ നിർത്തിയിട്ട് നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ കുറേ ഭാഗങ്ങൾ നമ്മൾ ചേർക്കാത്തതുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്തൊക്കെ കമൻസ് ആണെന്ന് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.